വ ഇയ്യാക നസ്തഈൻ. ഇയ്യാക്കയുടെ വിഷയം വാവ് വ വ അങ്ങനെയാണ് പറയേണ്ടത്. വാവ് ഉച്ചരിക്കേണ്ട രൂപമാണ് നൂൻ സീൻ താ ഐൻ യാ നൂൻ. നൂൻ സീൻ താ സ്പീഡിലൊക്കെ ഓതി വരുമ്പോൾ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിന സിറാത്തൽ എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകും. അപ്പോൾ യഥാർത്ഥത്തിൽ അവിടുത്തെ യാ കട്ടായി പോയി, അപ്പം അക്ഷരം കട്ടായി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഫൈസാനി തിലാവ മസായിലിൻ്റെ 8ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. അള്ളാഹു ഖബൂലാക്കുമാറാകട്ടെ. കഴിഞ്ഞ 7 ക്ലാസ്സുകൾ വളരെ മനോഹരമായി നമ്മൾ അവതരിപ്പിച്ചു. ഒരുപാട് ആളുകൾ അത് പഠിച്ചു. അൽഹംദുലില്ലാ, കേട്ടവരൊക്കെ നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞവരുണ്ട്. അള്ളാഹു എല്ലാവർക്കും റാഹത്ത് നൽകുമാറാകട്ടെ, സന്തോഷം നൽകട്ടെ. ഖുർആൻ്റെ അഹ്ലുകാരായി നമ്മളെയൊക്കെ അള്ളാഹു ചേർത്ത് തരുമാറാകട്ടെ. ഖുർആൻ പഠിക്കൽ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണല്ലോ. പ്രത്യേകിച്ച് സൂറത്തുൽ ഫാത്തിഹ പഠിക്കൽ. നമ്മൾ ഫാത്തിഹയിലെ ചില ആയത്തുകൾ പഠിച്ചു. ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് ഓതി നോക്കാം. ആദ്യം ഓതിയിട്ട് നമ്മൾ ആ പഠിച്ച ഭാഗം വരെ ഓതിയിട്ട് ബാക്കി ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പഠിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. സദഖല്ലാഹുൽ അലീം. നമ്മൾ ഇത്രയും ആയത്തുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വരെ നമ്മൾ പഠിച്ചത്. പഠിച്ചവർക്കൊക്കെ അള്ളാഹു വലിയ റാഹത്ത് നൽകട്ടെ. ജീവിതത്തിൽ അതുപോലെ പാരായണം ചെയ്യാൻ, മരിക്കുന്നത് വരെ പാരായണം ചെയ്യാൻ അള്ളാഹു ഭാഗ്യം നൽകട്ടെ. നിസ്കാരങ്ങളിലൊക്കെ ഇത്തരത്തിൽ നമ്മൾ കൃത്യമായി പാരായണം ചെയ്താൽ മാത്രമാണ് നമ്മുടെ നിസ്കാരം ശരിയാകുക. നമ്മൾ തുടക്കം മുതലേ പറയുന്നുണ്ട്. അപ്പോൾ ഈ പഠിക്കുന്നതിൻ്റെ അനിവാര്യതയൊക്കെ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. ഇന്നത്തെ ദിവസം നമ്മൾ പഠിക്കുന്ന ആയത്ത് ഏതാ? ഇഹ്ദിന അസ്സിറാത്തൽ മുസ്തഖീം. ഇഹ്ദിന അസ്സിറാത്ത അൽ മുസ്തഖീം. ഈ ആയത്ത് 3 വാചകങ്ങൾ നമുക്കറിയാം. നമ്മൾ ഇതിനകത്ത് കാണുന്നത് 3 വാക്കുകളാണ്. ഇഹ്ദിന. ഇതിനി പിരിച്ചു പറയുമ്പോൾ 3നേക്കാൾ കൂടുതൽ വാക്കുകൾ ഉണ്ടാവും. പക്ഷെ നമ്മൾ നേരിട്ട് കാണാൻ പറ്റുന്ന രൂപത്തിലുള്ള വാക്കുകൾ ഇഹ്ദിന അസ്സിറാത്ത അൽ മുസ്തഖീം അല്ലേ? 3 വാചകങ്ങളാണുള്ളത്. ഇത് ഉച്ചരിക്കുമ്പോൾ പലപ്പോഴും തെറ്റുന്ന വാക്കുകളാണ് അല്ലേ? ഇഹ്ദിന പറയേണ്ടത് പലപ്പോഴും തെറ്റിച്ചിട്ടാണ് പലരും പറയാറുള്ളത്. ഇൻഷാ അല്ലാഹ് ആ തെറ്റുകളൊക്കെ ഇൻഷാ അല്ലാഹ് നമ്മൾ ചൂണ്ടിക്കാണിച്ചു തരും. എവിടെയാണ് തെറ്റ് വരാറുള്ളത്, എവിടെ നിന്നാണ് നമുക്ക് എങ്ങനെയാണ് ശരിയാക്കേണ്ടത് എന്നൊക്കെ. ആ നമ്മളെ മഖ്റജുകൾ, അക്ഷരങ്ങൾ പുറപ്പെടുന്ന സ്ഥലങ്ങൾ, അതൊക്കെ നമ്മൾ ഇൻഷാ അല്ലാഹ് ചർച്ച ചെയ്യും. ഇഹ്ദിന. ഈ തുടക്കത്തിലൊരു ഈ കേൾക്കുന്നുണ്ട്, ഈ ഇല്ലേ? ഇത് ചില സമയത്ത് ഈ കേൾക്കൂല. ഈ എപ്പോഴാണ് കേൾക്കാത്ത? കൂട്ടി ഓതുന്ന സമയത്ത് ഇല്ലേ? കൂട്ടി ഓതുന്ന സമയത്ത് ഈ കേൾക്കൂല. ആ ഹ് ആണ് കേൾക്കുള്ളൂ. അതിന് മുമ്പത്തെ അക്ഷരം കൂടെ ചേർത്തിട്ടായിരിക്കും ഓതുക. അതിന് ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണെന്ന്. ഇഹ്ദിന ഇതിപ്പോൾ നമ്മൾ ആദ്യം കൂട്ടി ഓതാതെ സെപ്പറേറ്റ് ആയിട്ടാണ് ഓരോ ആയത്തുകളാണ് ഓതുന്നത് എങ്കിൽ എങ്ങനെയാണ് ഓതേണ്ടത്? ഇഹ്ദിന എന്നാണ്. ഈ കേൾക്കണം. ഇഹ്ദിന. എത്ര അക്ഷരമുണ്ട് ഇഹ്ദിനയിൽ? അലിഫുണ്ട്, ഹ ഉണ്ട്, അതുപോലെ ദാലുണ്ട്, ശേഷം ഒരു നൂനുണ്ട്, അതിനുശേഷം അലിഫുണ്ട്. ഇഹ്ദിന അല്ലേ? പക്ഷേ ഇത് കൂട്ടി പോകുന്ന സമയത്ത് അവസാനം വന്ന അലിഫിൻ്റെ ഉച്ചാരണം പുറത്തേക്ക് വരൂല, അത് കേൾക്കൂല. അവിടെ എത്തുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഇഹ്ദിനയിൽ ചില തെറ്റുകൾ വരുന്നത് സാധാരണഗതിയിൽ നമ്മൾ ഓതുമ്പോൾ, ഇപ്പോൾ നമ്മൾ ഇനി ഓതുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഞാൻ ഈ പറയുന്ന തെറ്റുകളിൽ ഏതെങ്കിലുമൊക്കെ ഒന്നായിരിക്കും വരിക. സാധാരണ ചില ആൾ യഹ്ദീന പറയാറുണ്ട്. യഹ്ദീന സിറാത്ത് ഓതി വരുമ്പോൾ പണ്ട് മുതലേ കേട്ട് ശീലിച്ചതിൻ്റെ പേരിൽ എന്ത് ചെയ്യും? ആ അലിഫ് ഈ എന്നുള്ള ഭാഗം എന്ത് ചെയ്യും? എ എന്നാവും ഇപ്പോൾ ഇഹ്ദിന സിറാത്തൽ. അത് കാരണം മുമ്പുള്ള ആയത്തുകൾ ഓതി വന്നിട്ട് അങ്ങനെ ആ സ്പീഡിൽ വരുമ്പോൾ എന്ത് ചെയ്യും? അവിടെ ചിലപ്പോൾ ബ്രേക്ക് കിട്ടൂല, അങ്ങോട്ട് കയറിപ്പോവും, എഹ്ദിനയായി പോവും. പിന്നെ രണ്ടാമത്തെ ഒരു തെറ്റ് വരുന്ന ഭാഗമാണ് എന്ത്? അവിടുത്തെ ഹാ കേൾക്കൂല. ഹാ കേൾക്കാതെ ചിലപ്പോൾ ഇതിന എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? ഒരു ഒഴുക്ക മട്ടിൽ അങ്ങോട്ട് പോകും. ഇതിന എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകുന്ന ടീമുണ്ട് ചിലത്. അത് ഓതി എന്താണ് അങ്ങനെ ശീലം ആയതുകൊണ്ടാണ് ആ തെറ്റ് വരുന്നത്. ചിലപ്പോൾ ഇത് ഇഹ്ദിനാന്ന് ഓതി ശീലമുള്ള ആളുകൾക്ക് അങ്ങനെയൊക്കെ തെറ്റ് വരുമോ എന്ന് ചിന്തിക്കേണ്ട. ചില ആളുകൾക്ക് ചിലപ്പോൾ ഇഹ്ദിനാന്ന് പറയാൻ തന്നെ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യാം? അങ്ങനെ രണ്ടാമത്തെ ഒരു ചില ആൾ എന്ത് ചെയ്യും? ഇഹ്നാന്ന് ഓതുന്ന ആളുകളുണ്ട്. ഇഹ്ന അവ ദാൽ എന്ത് ചെയ്യും? ഒഴിവാക്കിയിട്ട് ഇഹ്ന സിറാത്തൽ മുസ്തഖീം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? ഇഹ്ന സിറാത്തൽ മുസ്തഖീം അങ്ങനെ പോകുന്ന ടീമുണ്ട്. അപ്പം ഇങ്ങനെ കുറേ തെറ്റുകൾ ആ ഭാഗത്തേത് ഇഹ്ദിനയിൽ വരാറുണ്ട്. അവിടെ നമ്മൾ കൃത്യമായിട്ട് ഓതേണ്ടത് എങ്ങനെയാ? ഇഹ്ദിന. എത്ര അക്ഷരമുണ്ട്? അലിഫുണ്ട്, ഹ ഉണ്ട്, ദാലുണ്ട്, നൂനുണ്ട്, ശേഷം ഒരു അലിഫുണ്ട്. അപ്പം ഇതും എല്ലാം കേൾക്കണം. ഇതിൽ അവസാനത്തെ ആ അലിഫ് ഒഴിച്ചു ബാക്കിയെല്ലാം ഓതുന്ന സമയത്ത് കേൾക്കണം. ഇഹ്ദിന എന്ന് പറയും. ഇഹ്ദിന. ദാല് കേൾക്കാം, ആദ്യത്തെ ഹംസ കേൾക്കണം. ഈ അലിഫ് ഹംസ് പുറപ്പെടുന്ന എവിടുന്നാ? നമ്മുടെ ഈ ഹാ പുറപ്പെടുന്ന അക്ഷരം നമ്മൾ പറഞ്ഞിരുന്നു തൊണ്ടയുടെ ഏറ്റവും താഴെ ഭാഗത്ത് നിന്നാണ് പുറപ്പെടുന്നത്. അവിടുന്ന് തന്നെയാണ് ഹംസ് അലിഫ് എന്ത് ചെയ്യേണ്ടത്? ആ എന്ന് ഉച്ചാരണം വേണ്ട. ആ ആ ഇ
ഇഹ്. ശേഷമുള്ള ഹാവും അവിടെ നിന്നാണ് വരേണ്ടത്. ഇഹ് 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 അല്ലേ? ആ ഹാ കേൾക്കണം, ഹാ പുറത്തു വരണം, കേൾക്കണം. അതുപോലെ അതിന് ശേഷമുള്ള അക്ഷരമാണ് ദാൽ. ദാലിൻ്റെ മഖറജ് നമ്മൾ അൽഹംദു പറഞ്ഞപ്പോൾ പറഞ്ഞു, മാലിക് യൗമിദ്ദീൻ പറഞ്ഞപ്പോൾ പറഞ്ഞു, നഅ്ബുദു പറഞ്ഞപ്പോൾ പറഞ്ഞു. അവിടെയൊക്കെ ഈ ദാലിൻ്റെ മഖറജ് നമ്മൾ എന്ത് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് പഴയ ക്ലാസ്സുകളൊക്കെ ഒന്ന് കേൾക്കണേ ഇൻഷാ അല്ലാഹ്. അപ്പോൾ ആ ദാലും കേൾക്കണം. ഇഹ്ദി ഇഹ്ദി ഇഹ്ദി. ശേഷം ഒരു നൂനുണ്ട്, നൂനിൻ്റെ മഖറജ് നമ്മൾ മുമ്പ് പല സ്ഥലങ്ങളിലും പറഞ്ഞ നഅ്ബുദു പറഞ്ഞിടത്തൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നൂനിൻ്റെ മഖറജ് പറഞ്ഞിട്ടുണ്ട്. അതും എന്ത് ചെയ്യണം, കൃത്യമായി കേൾക്കണം. ഇഹ്ദീന അല്ലേ? ഇനി ശേഷം ഒരു അലിഫ് ഉണ്ടല്ലോ, ഇഹ്ദീനാന്ന് നീട്ടാൻ ഒരു അലിഫ് ഉണ്ട് അവിടെ, എഴുത്തിൽ വേണം അലിഫ്. ഇഹ്ദീന ഞങ്ങളെ സന്മാർഗത്തിലാക്കണേ എന്നാണ്. എന്താ ഇഹ്ദീന അർത്ഥം? എന്താ? ഇഹ്ദീന ഞങ്ങളെ നീ സന്മാർഗത്തിലാക്കണേ, നേരായ വഴിയിലാക്കണേ, ഞങ്ങൾക്ക് നീ മാർഗദർശനം നൽകണമേ എന്നാണ്. ഞങ്ങൾ ഇപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്നാണ് അർത്ഥം, ഞങ്ങൾക്ക്. ഇഹ്ദീന ഈ അതിന് ശേഷം വന്ന വാക്കാണെന്ത്? അസ്സിറാത്ത. അസ്സിറാത്ത സാദ്. അവിടെ ഏതൊക്കെ അക്ഷരങ്ങളുണ്ടോ നോക്കി. അലിഫുണ്ട്, ലാമുണ്ട്, അലിഫ് ലാം അല്ലേ? ശേഷം സാദ് ഉണ്ട്, സാദ്. ശേഷം എന്തുണ്ട്? റാ. റാഇന് ശേഷം ഒരു അലിഫുണ്ട്, പിന്നെ ഒരു താ ഉണ്ട്. ഈ അക്ഷരങ്ങളൊക്കെ തന്നെ സാദാണെങ്കിലും റാ ആണെങ്കിലും താ ആണെങ്കിലും ഒക്കെ അല്പം മുഴക്കമുള്ള എന്ത് ചെയ്യണം, അക്ഷരങ്ങളാണ്. ഒരല്പം മുഴക്കം. നമ്മൾ സാധാരണ സിറാത്ത എന്ന് പറയുന്ന പോലെ പറഞ്ഞാൽ സിറാത്തയ്ക്ക് പലപ്പോഴും തെറ്റ് വരുന്ന അകടാണ്. സി പറയും. സാദ് പറയേണ്ടടുത്ത് സി പറയേണ്ടടുത്ത് എന്ത് ചെയ്യും? സി. സാധാരണ എന്ത് ചെയ്യും? സീൻ. അത് ഉച്ചരിച്ചിട്ട് സിറാത്ത എന്ന് പറയും. അതുപോലെ റാ പറയേണ്ട എന്ത് ചെയ്യും? ഈ റാ പറഞ്ഞിട്ട് റാ എന്ന അക്ഷരത്തെ നമ്മൾ റഹ്മാൻ പറയുന്നിടത്തൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? റാ എങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത് പറഞ്ഞിട്ടുണ്ട് ഇല്ലേ? അതുപോലെ ബിസ്മില്ലാഹിർ റഹ്മാൻ അവിടെ പറഞ്ഞിടത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് കേട്ടു നോക്കണേ. റാ എന്ന ഉച്ചാരണം മാറ്റിയിട്ട് റാ എന്ന് പറയും. സാധാരണ മലയാളത്തിൽ പറയുന്ന പോലെ സിറാ, അങ്ങനല്ല. സിറാ സിറാ. അത് ഒരു മുഴക്കത്തോടു കൂടി എന്ത് ചെയ്യണം, പറയണം. സാദിൻ്റെയും സീനിൻ്റെയും സാഇൻ്റെയും ഒക്കെ മഖറജ് ഒരു സ്ഥലത്ത് നിന്നാണ്. അപ്പോൾ പലപ്പോഴും സാദ് പറയേണ്ടതിന് വരെ സായായിപ്പോൾ ചില ആളുകൾ നന്നാക്കി കുളവാക്കിയിട്ട് സിറാത്തൊക്കെ പറയും. സിറാത്ത എന്നൊക്കെ ഓതലുണ്ട്, സബറാത്ത് നോക്കിയാലോ. പക്ഷേ നമ്മളിപ്പോൾ അത് പഠിക്കാത്തത് കൊണ്ട് അതുമ്മ കയറി പിടിക്കാൻ പറ്റൂല. നമ്മൾ പഠിച്ച നമ്മുടെ കാരീൻ്റെ ഖിറാത്ത് അനുസരിച്ച് എന്ത് ചെയ്യണം? സാദ് തന്നെ പറയണം. സിറാത്താന്ന് ഓതലുണ്ട്, വേറെ ഓതലുണ്ട്. പക്ഷെ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ഇപ്പം ഓതാൻ കഴിയും. നമ്മൾ പഠിക്കാതെ ഓതിയാൽ തെറ്റായിപ്പോൾ. അപ്പം അതുകൊണ്ട് നമ്മൾ പഠിക്കേണ്ട ഖിറാത്ത്, ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന ഖിറാത്ത് അനുസരിച്ച് എന്ത് ചെയ്യുക? സാദാണ് പറയേണ്ടത്. ശേഷം റാഇൻ്റെ മഖറജ് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ? റഹ്മാൻ പറയുന്നിടത്തൊക്കെ റാഇൻ്റെ മഖറജ് പറഞ്ഞിരുന്നു. സാദിൻ്റെ മഖറജ് ഞാനൊന്ന് പറഞ്ഞുതരാം. സാദിൻ്റെ മഖറജ് എവിടെ? രണ്ട് പല്ലുകൾ, അതായത് നാവിൻ്റെ അറ്റം രണ്ട് പല്ലുകൾ മുകളിലത്തെ മുൻപല്ലിൻ്റെയും താഴത്തെ മുൻപല്ലിൻ്റെയും സെൻട്രലായിട്ട് തട്ടണം. സാദ്. രണ്ട് പല്ലുകൾ ചേർത്ത് വെച്ചാൽ അതിൻ്റെ സെൻട്രൽ ഭാഗത്തായിട്ട് ആര് തട്ടണം? നാവ് വന്ന് തട്ടണം. സാദ് സാദ് എന്ന് പറഞ്ഞ് സാ. എന്നിട്ട് ഒരു അല്പം മുഴക്കത്തോട് കൂടിയിട്ടാണ് അത് പറയേണ്ടത്. നമ്മൾ സാധാരണ സാ പറയുന്നത് പോലെ സായോടുന്നാണ് വരേണ്ടത്. പക്ഷേ ആ സാ പറയുന്നത് പോലെ അല്ല സ്വാദ് പറയേണ്ടത്. കുറെ അല്പം എന്ത് ചെയ്യണം? മുഴക്കം ഉണ്ടാകണം. അപ്പോൾ റാ പറയേണ്ടത് നമ്മൾ നേരത്തെ പറഞ്ഞു, എന്ത് ചെയ്യണം? മേലെ തട്ടണം എന്ന് പറഞ്ഞു. നാവ് ഈ പല്ലിൻ്റെ മുകൾ ഭാഗത്ത് തട്ടണം എന്ന്, ആ മുളയ്ക്കുന്നതിൻ്റെയും മുകൾ ഭാഗത്ത് എന്ത് ചെയ്യണം? തട്ടണം. നമ്മൾ ഇന്നലെ പറഞ്ഞ നൂനിൻ്റെയും കുറച്ച് അല്പം ഉള്ളിലായിട്ട്. റാ സിറാ. ശേഷമുള്ള അക്ഷരമാണ് ത. ഈ ത, ദാൽ, ത ഈ മൂന്ന് അക്ഷരങ്ങളും ഒരേ സ്ഥലത്ത് നിന്നാണ് വരുന്നത് എന്ന് നമ്മൾ അൽഹംദു എന്നിടത്ത് ദാലിൻ്റെ മഖറജ് പറഞ്ഞിരുന്നു. ഏത്? ത എന്നത് വരേണ്ടത്, അതുപോലെ ത വരുന്നതും ദാല് വരുന്നതും ഒക്കെ ഒരേ സ്ഥലത്ത് നിന്നാണ് ഏകദേശം അല്ലേ? അപ്പോൾ ഇതെവിടെയാണ് വരേണ്ടത്? ഈ എന്ത് ചെയ്യണം? നമ്മുടെ നാവിൻ്റെ അറ്റം മേലത്തെ മുൻപല്ലിൽ തട്ടിയിട്ടാവണം വരേണ്ടത്. മേലത്തെ ഈ മുൻപല്ലിൽ ത ഇല്ലേ? ത. ഈ എന്ത് ചെയ്യണം? ചില ആളുകൾ കുറച്ചുകൂടെ നന്നാക്കി പറയാൻ വേണ്ടിയിട്ട് ത്വാ എന്നൊക്കെ പറയാറുണ്ട്. ത്വായല്ല, ത്വാന്ന് എന്ത് ചെയ്യണ്ട? ചുണ്ടിങ്ങനെ കൂട്ടി പറയൊന്നും വേണ്ട. ഇത് അവരല്പം മുഴക്കത്തോട് കൂടിയിട്ട് ആ ഉച്ചാരണം വന്നാൽ മതി. സിറാത്ത കുറച്ച് അല്പം മുഴക്കത്തോട് കൂടിയിട്ട് വന്നാൽ മതി. അപ്പം ഇഹ്ദീന ഒരു വാക്ക്, അസ്സിറാത്ത വേറൊരു വാക്ക്. ഇനി ഇത് കൂട്ടി ഓതുന്ന സമയത്ത് നമ്മൾ ഇഹ്ദിനാന്ന് അവസാനം നീട്ടിയ ഒരു അലിഫുണ്ടല്ലോ, അവസാനം ഒരു അലിഫുണ്ടല്ലോ ഇഹ്ദീനയുടെ, ആ അലിഫ് എന്തായി പോവും? അത് സൈലൻ്റ് ആയി പോകും. അത് കേൾക്കൂല. അലിഫ് അവിടെ ഉണ്ട്, പക്ഷെ എന്ത് ചെയ്യൂല? കേൾക്കൂല. അവിടെ സൈലൻ്റ് ആക്കിയിട്ട് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് ഷദ്ദ് കൊടുക്കാതെ ഓതാൻ പറ്റൂല. ഇഹ്ദിന സിറാത്തൽ എന്ന് പറഞ്ഞ് എന്ത് ചെയ്യും? ഒരു ഒഴുക്കമട്ടിൽ അങ്ങനെ ഓതിപ്പോകാൻ പറ്റൂല. അവിടെ ഷദ്ദ് കൊടുത്തിട്ടാണ് ഓതേണ്ടത്. ഇഹ്ദിന സിറാത്ത അല്ലേ?
വളരെ എളുപ്പത്തിൽ നമുക്ക് ഓതി പ്രാക്ടീസ് ചെയ്താൽ പഠിക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. ഈ ആയത്തിൽ കേൾക്കേണ്ടത് ഹംസ് കേൾക്കണം, ആദ്യത്തെ അലിഫ് കേൾക്കണം, ഇ കേൾക്കണം, ഹ കേൾക്കണം, ദാല് കേൾക്കണം, നൂനും കേൾക്കണം. അതിനുശേഷം വരുന്ന അസ്റാത്ത എന്ന പദത്തിൽ സ്വാദ് കേൾക്കണം. അലിഫ്ലാമൊക്കെ പിന്നെ എന്ത് ചെയ്യും, കൂട്ടി ഒതുമ്പുന്ന സമയത്ത് അത് പുറത്തു വരില്ല ശബ്ദം. അതിന് പകരമായിട്ടാണ് ഇവിടെ ഷെദ് കൊടുത്തിട്ട് അസ്സീ എന്നുള്ളതിന് കട്ടി കൊടുത്ത് പറയുന്നത്. സ്വാദ് ഷദ് കൊടുത്ത് പറയണം, ഷദ് കൊടുത്ത് കട്ടി കൊടുത്ത് പറയണം. സ്വാദ് റാ കേൾക്കണം, ശേഷം താഉം കേൾക്കണം. ഇതെല്ലാം കേൾപ്പിച്ചൊന്ന് പറഞ്ഞ് ഇഹ്ദിനസ് സിറാത്ത, ഇഹ്ദിനസ് സിറാത്ത, ഇഹ്ദിനസ് സിറാത്ത. അല്ലേ, അൽ മുസ്തഖീം എന്നുള്ളത് ഇൻഷാ അല്ലാഹ് നാളെ എടുക്കുള്ളൂ. ഇന്നത്തെ ക്ലാസ്സിൽ ഈ 2 വാക്കുകളാണ്. ഇനി ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, ഈ തുടക്കത്തിലുള്ള ഇഹ്ദിന എന്ന് പറഞ്ഞ തുടക്കത്തിലുള്ള ഒരു അലിഫുണ്ടല്ലോ, അത് ചില സമയത്ത് കേൾക്കൂല എന്ന്. അതെപ്പോഴാണ് കേൾക്കാത്തത്? ഇതിന് മുമ്പത്തെ ആയത്തില്ലേ, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, ഈ ആയത്തിൻ്റെ കൂടെ അടുത്ത ആയത്തൂടെ കൂട്ടി ഓതുകയാണ്. നമ്മൾ പലപ്പോഴും നമ്മുടെ ഫാത്തിഹയൊക്കെ ഒറ്റ ശാസ്ത്രത്തിൽ ഓതി തീർക്കലാണല്ലോ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ, ഇങ്ങനെ പോകുമ്പോൾ ഒറ്റ ശാസ്ത്രത്തിൽ വലല്ലാലീൻ ആമീൻ പറഞ്ഞിട്ട് വലല്ലാലീൻ ആമീൻ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, ഒറ്റ നിർപ്പം കൊടുക്കും. അങ്ങനെയാണോ ഓതേണ്ടത്? ഇത് ഓതുമ്പോൾ കൃത്യമായി ശ്രദ്ധിക്കണം. ഇൻഷാ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പം അത് മാത്രം പറഞ്ഞു. അതായത് ഈ അവസാനത്തെ നസ്തഈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ നിർത്തിയില്ലേ, നസ്തഈൻ എന്ന് അതിൻ്റെ കൂടെ അടുത്ത ആയത്തോടെ കൂട്ടി ഓതുമ്പോൾ നസ്തഈൻ എന്നതിൻ്റെ അവസാനത്തെ അക്ഷരത്തിന് ലമ്മാണുള്ളത്, നസ്തഈനു എന്നാണുള്ളത്, നസ്തഈനു എന്നാണ്. അതിൻ്റെ കൂടെ ചേർത്തിട്ടാണ് അടുത്ത അക്ഷരത്തെ ഓതുമ്പോൾ ആ ആദ്യത്തെ അലിഫ്, ഇഹ്ദിനയുടെ ആദ്യത്തെ അലിഫ് അങ്ങോട്ട് എന്താവും, ഒഴിവായി പോകും, അത് ഉണ്ടാവില്ല, കട്ടായി പോകും. അപ്പോൾ അത് ചേർത്തിട്ട് എന്ത് ചെയ്യും, ഇഹ്ദിനസ് സിറാത്ത കൂട്ടി ഓതുമ്പോൾ ഈന്ന് കേൾക്കൂല, നസ്തഈനു ദീന എങ്ങനെ കേൾക്കുള്ളൂ, നസ്തഈനു ദീന, നസ്തഈനു ദീന. ഇനി അവിടെ തെറ്റിച്ച് ഓതാൻ പാടില്ല. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനാന്ന് കൂട്ടി ഓതാൻ പാടില്ല. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്ത്, അങ്ങനെയാണ് ഓതേണ്ടത്. ഇൻഷാ അല്ലാഹ് അല്ലാഹു ശ്രദ്ധിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ബാക്കി അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം. അല്ലാഹു കേട്ടതും പറഞ്ഞതും ഒക്കെ അവൻ സ്വീകരിക്കുമാറാകട്ടെ. ക്ലാസ് ഉപകാരപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇത്രയും നേരം പഠിച്ചത് അത്രയും എന്ത് ചെയ്യാം, നമുക്കൊന്ന് ഓതി നിർത്തിയിട്ട് ഇൻഷാ അല്ലാഹ് ക്ലാസ് ക്ലോസ് ചെയ്യാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. സദഖല്ലാഹുൽ അദീം. അള്ളാഹു നമ്മുടെ ക്ലാസ് സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായി രേഖപ്പെടുത്തുക, സംശയങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇൻഷാ അല്ലാഹ് ഓതി കേൾപ്പിക്കണമെന്നുള്ളവർ ഇൻഷാ അല്ലാഹ് എൻ്റെ വാട്സപ്പിൽ ഓതി കേൾപ്പിക്കാവുന്നതാണ്. അള്ളാഹു മരണം വരെ നമ്മുടെ ഖുർആനുമായി ബന്ധപ്പെട്ട് ജീവിക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ മറക്കരുത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അടുത്ത ക്ലാസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് ഉടനെ കിട്ടാൻ ഉപകരിക്കും. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.